അയ്യങ്കാളി നടത്തിയ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിലുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ അത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അതോടൊപ്പം തന്നെ കേരളം ഇന്ന് ഇതര സംസ്ഥാനങ്ങളെക്കാൾ വളർച്ച സാമൂഹ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാമ്പത്തിക മേഖലയിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ച ചാലക ശക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാപുരുഷനാണ് മഹാത്മാ അയ്യങ്കാളി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ഏറ്റവും പ്രധാനമായ ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യ നവോത്ഥാന നായകരുടെ പ്രവർത്തനങ്ങളാണ് കേരളത്തെ മാറ്റിമറിച്ചത്. ആ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശക്തമായി മുൻനിരയിൽ നിന്ന കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ധീരമായ നേതൃത്വം നൽകിയ നേതാവായിരുന്നു മഹാത്മാ അയ്യങ്കാളി. ഇന്നത്തെ ഒരു വർത്തമാന കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അയ്യങ്കാളിയെ ഒരിക്കലും നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് ഒരു നൂറ്റാണ്ടിന്റെ പുറകിലോട്ട് പോകുമ്പോഴുള്ള കേരളം എന്തായിരുന്നു എന്ന് മനസ്സുകൊണ്ട് വിഭാവനം ചെയ്യാൻ നമുക്ക് ആർക്കും കഴിയില്ല. അത്രമാത്രം ഉച്ചനീചത്വങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടം ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ, വായിക്കുമ്പോൾ നമുക്ക് പോലും വിഭാവനം ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള മനുഷ്യർ തമ്മിലുള്ള അകൽച്ച, മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ജാതിയുടെ പേരിലുള്ള വേർതിരിവുകൾ, ഇതൊക്കെ എത്രമാത്രം രൂക്ഷമായിരുന്നു എന്ന് ഇന്ന് നമുക്ക് ഓർത്തെടുക്കാം, അല്ലെങ്കിൽ നമുക്കത് വിഭാവനം ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ഏറ്റവും ശക്തമായ രീതി വിദ്യാഭ്യാസത്തിനു വേണ്ടി, സാമൂഹിക മാറ്റത്തിനു വേണ്ടി, സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒക്കെ മഹാത്മാ അയ്യങ്കാളി പോരാട്ടം നടത്തിയത്. മഹാത്മാ അയ്യങ്കാളിയുടെ പോരാട്ടത്തിൽ ഒറ്റയാൾ പട്ടാളമായി തുടങ്ങിയ മഹാത്മാ അയ്യങ്കാളി പിന്നീട് ആയിരക്കണക്കിന് അരിയായുള്ള, ലക്ഷക്കണക്കിന് അനുഭാവികളുള്ള ഒരു മഹാ മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമര നായകനായി തീർന്നത്, ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ നടത്തിയ സമരങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. കർഷക സമരം വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു. വിദ്യാഭ്യാസത്തിന് വേണ്ടി നടത്തിയ സമരമായിരുന്നു കർഷക സമരം. ആ കർഷക സമരത്തിന് നേതൃത്വം നൽകുവാൻ, ജന്മിമാരോട് പോരാടുവാൻ, അതിന് കായിക ബലമാണ് വേണ്ടത്, ആ കായിക ബലം നേടിയെടുക്കുവാൻ ഒക്കെ തന്റെ ഇടം കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ധീരനായ നേതാവായിരുന്നു അയ്യങ്കാളി എന്ന് ബോധ്യമാണ്. ഏത് ചെറിയ കാര്യങ്ങളെ പോലും അടിച്ചൊതുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വാക്ക് പറഞ്ഞാൽ മറുവാക്ക് പറയുവാൻ ഒരാളും ധൈര്യപ്പെടാത്ത ഒരു കാലഘട്ടത്തിലാണ് മഹാത്മാ അയ്യങ്കാളി ധീരമായ ഇത്തരം തീരുമാനങ്ങൾ എടുത്തതും പോരാട്ടം നടത്തിയതും വില്ലുവണ്ടി യാത്ര നടത്തിയതൊക്കെ എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഞാൻ ഏതായാലും അത്തരം കാര്യങ്ങളിൽ കൂടുതൽ കടന്നു പോകുന്നു. കാലത്തിന് ഒരുപാട് മാറ്റം വന്നു. പഴയ കാലത്ത് നിന്ന് മാറി ചിന്തിക്കേണ്ട സാഹചര്യത്തിലാണ് ഇന്നുള്ളത്. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായും ഇന്നത്തെ വർത്തമാന കാലഘട്ടം എന്താണ് ആവശ്യപ്പെടുന്നത്, അതിലേക്ക് നമ്മൾ മാറി ചിന്തിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ കാലത്തെ ഭൂതകാല ചരിത്രത്തിന്റെ ഇതായ അനുഭവങ്ങൾ ഒരുപാട് ആ ജനത അനുഭവിച്ചെങ്കിലും പുതിയ തലമുറ അത്തരം കാര്യങ്ങളിൽ ചരിത്രം പഠിക്കണം, ചരിത്രം അറിയണം. പക്ഷേ അതിൻ്റെതായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കേണ്ട കാലഘട്ടമല്ല ഇത്. ഇന്നത്തെ കാലഘട്ടം, ഇന്നത്തെ വർത്തമാന കാലഘട്ടം എന്താണോ ആവശ്യപ്പെടുന്നത് ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ്. അയ്യങ്കാളിയുടെ കാലഘട്ടം വിദ്യാഭ്യാസത്തിന്, സ്കൂളിൽ പോകാനുള്ള അവസരം, അതിനു വേണ്ടിയുള്ള പോരാട്ടം നടത്തിയ കാലഘട്ടമായിരുന്നു. അതിന്റെയൊക്കെ ഗുണഫലമായി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഗവൺമെന്റുകൾ, പുതിയ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം ഗവൺമെന്റുകൾ മാറി മാറി വന്നു.
ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു. പക്ഷെ മറ്റൊരു ദളിത് സമൂഹം കുറെ കൂടി പുറകിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അതിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായി പുതിയ തലമുറ മാറണം. പുതിയ വെല്ലുവിളികൾ എന്താണോ അത് ഏറ്റെടുക്കാൻ മുന്നോട്ട് വരണം. അവിടെയാണ് അയ്യങ്കാളിയുടെ ധൈര്യവും സ്ഥൈര്യവും നിശ്ചയദാർഢ്യവും പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക് ഉണ്ടാവേണ്ടത്. വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടമാണ്. പുതിയ വിദ്യാഭ്യാസ രീതിയിലും വിദ്യാഭ്യാസ മാറ്റങ്ങൾ ഉണ്ടാകുന്ന വെല്ലുവിളികളുണ്ട്. സാമ്പത്തികമായ വളർച്ച ഉണ്ടാവണമെങ്കിൽ, വ്യവസായിക രംഗത്തെ കാലെടുത്ത് വെക്കണമെങ്കിൽ, സമൂഹത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് വരണമെങ്കിൽ ഇന്നത്തെ വെല്ലുവിളികൾ എന്താണോ ആ വെല്ലുവിളികളെ നേരിടുമ്പോൾ അപ്പോഴാണ് അയ്യങ്കാളി നമ്മുടെ പുതിയ തലമുറയുടെ മനസ്സിൽ ഒരു നിശ്ചയദാർഢ്യമായി, കരുത്തായി, ശക്തിയായി അദ്ദേഹത്തിന് ചിന്തകൾ കടന്നു വരേണ്ടത്. കാരണം അത്രമാത്രം പ്രയാസം നിറഞ്ഞൊരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടം അത്ര പ്രയാസം നിറഞ്ഞതല്ല. അല്പം ധൈര്യവും തന്റെ ഇടവും നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ എവിടെയും കടന്നെത്താൻ കഴിയുന്ന സാഹചര്യം ഇന്ന് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളും അതോടൊപ്പം തന്നെ കാലത്തിന്റെ മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വലിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. അതൊക്കെ കൂടി പുതിയ തലമുറ പുതിയ രീതിയിൽ ചിന്തിക്കുകയും പുതിയ മാറ്റത്തിനനുസരിച്ച് സമൂഹത്തിന്റെ മുഖ്യധാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും MLA-മാരോ മന്ത്രിമാരോ രാഷ്ട്രീയ നേതാക്കളാവുന്നല്ലോ, മറിച്ച് അതിനപ്പുറത്തേക്ക് സമൂഹത്തിന് എല്ലാ തലങ്ങളിലുമുള്ള ഒട്ടനവധി മേഖലകളുണ്ട്. അവിടെയൊക്കെ കടന്നു ചെല്ലുവാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ ഇന്ന് മലയാളിക്ക് മുന്നിൽ തുറന്നു കിടക്കുകയാണ്. അവിടെ കടന്നു ചെല്ലുന്നവരുടെ കൂട്ടത്തിൽ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഉണ്ടാവണം. ഒരിക്കൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ തന്നെ കഴിയുക എന്നുള്ളതല്ല, ലോകത്തെല്ലായിടത്തും പോകാൻ കഴിയണം. അതുകൊണ്ടാണ് നമ്മൾ ഗവൺമെന്റ് കുട്ടികൾക്ക് യൂറോപ്പിൽ പോയി പഠിക്കുവാനും വിവിധ മേഖലയിൽ പോയി യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുവാനും ഒക്കെയുള്ള അവസരം ഉണ്ടാക്കിയത്. പക്ഷെ ഇപ്പോഴും കുറെ ഏറെ കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ഞാൻ ഓർക്കുന്നത് കഴിഞ്ഞ 2011 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ആദ്യം ചിന്തിച്ചത് 1905 വിദ്യാഭ്യാസ സമരം, കർഷക സമരം നടത്തി കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ പോകാൻ അവസരം അയ്യങ്കാളി ഉണ്ടാക്കിയെങ്കിലും 106 വർഷം പിന്നീട് കഴിയേണ്ടി വന്നു. കേരളത്തിൽ ഒട്ടനവധി മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്. കേരളത്തിൽ ഒട്ടനവധി മാനേജ്മെന്റ് കോളേജുകളുണ്ട്. ആ മാനേജ്മെന്റ് കോളേജുകൾ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റ് കോളേജുകളെക്കാൾ കൂടുതൽ ഇന്ന് മാനേജ്മെന്റ് കോളേജുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. ആ മാനേജ്മെന്റ് കോളേജുകളൊക്കെ, എയ്ഡഡ് കോളേജുകളൊക്കെ ശമ്പളം കൊടുക്കുന്ന ഗവൺമെന്റാണ്. അത്തരത്തിലുള്ള ഒരു എയ്ഡഡ് കോളേജ് 106 വർഷം കഴിഞ്ഞിട്ട് കോൺഗ്രസും CPM നേതൃത്വം നൽകുന്ന ഗവൺമെന്റുകൾ മാറി മാറി ഭരിച്ചിട്ടും ഇവിടെ ഏതെങ്കിലും ഒരു ഭരണ സംവിധാനം, ഒരു ഗവൺമെന്റ് ഒരു എയ്ഡഡ് കോളേജ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മാനേജ്മെന്റിന് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാണ് 2011 5 കോളേജുകളാണ് ഇന്ന് കേരളത്തിൽ 5 എയ്ഡഡ് കോളേജുകൾ SC മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് 2011 ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പാക്കിയ ഒന്നുകൊണ്ടാണ്. SC വിഭാഗത്തിന് മാനേജ്മെന്റ് കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ നടത്താൻ കഴിയുമോ എന്ന ആശങ്കയുള്ളവരുണ്ടായിരുന്നു. അത് അവസരം കൊടുത്താലേ അത് തെളിയിക്കാൻ കഴിയും. അവസരം കൊടുത്തു. 10 വർഷത്തിലധികമായി ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് കോളേജ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും അവിടെ പഠിക്കുന്നു. അപ്പോൾ ഒരു മാറ്റം എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ഒരു തലത്തിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഉണ്ടാവണം. എയ്ഡഡ് സ്കൂളുകൾ ഉണ്ടെങ്കിൽ അവിടെ SC മാനേജ്മെന്റ് ഉണ്ടാവണം. എയ്ഡഡ് കോളേജ് ഉണ്ടെങ്കിൽ അത് നടത്താനുള്ള അവസരം SC വിഭാഗങ്ങൾ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോഴാണ് സമൂഹം എല്ലാ തലങ്ങളിലും മാറി എന്ന് അവകാശപ്പെടാൻ കഴിയും.